ഹലോ. ഇന്ന് നമുക്കൊരു വെറൈറ്റി വീഡിയോ ആണ് കേട്ടോ. വളരെ വെറൈറ്റി തന്നെയാണ്. ഇതാ ഒരു പരിപ്പ് കറിയാണിത്. സാദാ പരിപ്പ് കറിയൊന്നും അല്ല ഇത്. ആരും വിചാരിക്കാത്ത തരം പരിപ്പ് കറിയാണ്. അതോടൊപ്പം എന്താ ഒരു ചേന വറുത്തതും കൂടെയാണ്. അതിന് തയ്യാറാക്കാൻ ആദ്യം നമുക്ക് കുറച്ച് പരിപ്പ് കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കുക. വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെച്ചിട്ട് ചേന ഇതുപോലെ കനം കുറച്ചരിഞ്ഞെടുക്കുക. അത് ഏത് ഷേപ്പായാലും കുഴപ്പമില്ല. കനം കുറച്ചരിഞ്ഞെടുത്ത ചേനയിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ അതിലേക്ക് കായം, ഗരം മസാലപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി ഇവയെല്ലാം കൂടെ ചേർക്കുക. പിന്നെ അതോടൊപ്പം 1 സ്പൂൺ കടലമാവാണ് ഞാൻ ചേർത്തത്. ഇല്ലെങ്കിൽ അരിപ്പൊടി ചേർത്താലും മതി. ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കണം. കൈകൊണ്ട് ഇളക്കി ചേർത്തിട്ട് ആദ്യം മസാലകളൊന്നും ചേർത്തിട്ട് കയ്യിൽ അല്പം വെള്ളം എടുത്ത് കുടഞ്ഞ് അതിൻ്റെ മസാലകളെല്ലാം കൂടെ ഒന്ന് പിടിപ്പിച്ച് വെക്കുക. ഒരു ലേശം വെള്ളം കുടയുക. അപ്പോഴത്തേക്ക് ഇതൊന്നൊരു കുഴമ്പ് പോലെ ആവും. ആ പരുവത്തിലേക്ക് നമുക്കത് നന്നായിട്ട് മിക്സ് ആക്കാൻ പറ്റും. അങ്ങനെ മിക്സാക്കി ഇതെല്ലാം മസാലയൊന്ന് പിടിക്കാനായിട്ട് നമുക്കൊരു കുറച്ച് സമയത്തേക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അത് മസാല പിടിച്ച് വരുന്ന സമയത്തേക്ക് നമുക്ക് പരിപ്പ് കറി തയ്യാറാക്കാം. ഇത് ഞവടി അങ്ങോട്ട് മാറ്റി വെച്ചേക്കാം. ഇനി നമുക്ക് പരിപ്പ് കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിലേക്ക് നമ്മൾ കുതിർക്കാൻ വെച്ച പരിപ്പ് ഇപ്പം നല്ലതുപോലെ കുതിർന്ന് ആ പരിപ്പ് കുക്കറിലേക്ക് തട്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് കുറച്ച് ചെറിയ ഉള്ളിയും 2 തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് അതിലേക്ക് വേണ്ട ഉപ്പും ചേർത്ത് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വേവിക്കാനായിട്ട് വയ്ക്കുക. വെളിച്ചെണ്ണ ഒഴിക്കുന്നത് പരിപ്പ് തൂക്കിപ്പോകാതിരിക്കാനാണ് തിളയ്ക്കുമ്പോൾ. ഇത് വേവിക്കാൻ വയ്ക്കുക. അത് വെന്ത് വരുന്ന സമയത്തേക്ക് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റായ സാധനം ഇതാണ്. ഇത് നമ്മുടെ കോവയ്ക്കയുടെ ഇലയാണ്. ഈ കോവയ്ക്കയുടെ ഇല എടുത്തിട്ട് കഴുകി ഇതുപോലെ തീരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അരിഞ്ഞെടുത്തിട്ട് ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ ഇല ഒന്ന് നന്നായിട്ട് വാട്ടിയെടുക്കണം കേട്ടോ. അപ്പോഴത്തേക്ക് അത് വെന്ത് വാടി വരും. അല്പം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വാട്ടുക. ഉപ്പിട്ട് ചേർക്കുന്നത് ഈ ഇലയിൽ പിടിക്കാനുള്ള ഉപ്പേ ചേർക്കാവുള്ളൂ. നമ്മൾ പരിപ്പിൽ ആദ്യം ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അനുസരിച്ചുള്ള ഉപ്പ് മാത്രമേ ചേർക്കാം. പോരാത്ത ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചേർക്കാവുന്നതാണ്. കൂടിപ്പോയാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് ഇലയെ നന്നായിട്ട് വാട്ടി വേവിച്ചെടുക്കുക. അപ്പോഴത്തെ ഇല വെന്ത് വരും. ആ വെന്ത് വരുന്ന ഇലയെ നമുക്ക് കൈ കൊണ്ടൊന്ന് ഞെക്കി നോക്കാൻ പറയാം. നന്നായിട്ട് വെന്തതായിട്ട് നമുക്ക് മനസ്സിലാവും. ആ പരുവാകുമ്പോൾ ഫ്ലെയിം ഓഫാക്കിയിട്ട് ആ ഇലയൊന്ന് തണുക്കാനായിട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ടേക്ക് നമ്മൾ ആ മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിൽ കുറച്ച് തേങ്ങയിട്ട് ഒരു പച്ചമുളക്, കുറച്ച് ചെറിയ ഉള്ളി, മഞ്ഞൾപ്പൊടിയാണ് അതും ചേർത്ത് അല്പം ജീരകവും ചേർക്കുക. എന്നിട്ട് ഇതിനെ നന്നായിട്ട് അതിൻ്റെ കൂടെ 2-3 വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അരച്ചെടുത്ത് കൊണ്ട് വന്നിട്ട് നമ്മൾ തണുക്കാനായിട്ട് വെച്ചിരിക്കുന്ന ആ കോവയ്ക്കയുടെ ഇല ഇതിലേക്ക് കോരിയിടുക. കോരിയിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മാത്രം മതി. ഭയങ്കരമായിട്ടങ്ങ് അരയ്ക്കരുത്. അപ്പോഴത്തെ ഈ രൂപത്തിൽ നമുക്ക് കിട്ടും. അത് കൊണ്ട് വെച്ചിട്ട് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ പരിപ്പ് വെന്ത് നന്നായിട്ട് തണുത്തിട്ടുണ്ടാവും. നമുക്കതിനെ സ്പൂൺ കൊണ്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. തക്കാളിയും പരിപ്പും ആ ഉള്ളിയും കൂടെ ഒന്ന് മിക്സ് ആക്കാം. അങ്ങനെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ട് നമുക്ക് വീണ്ടും അടുപ്പിൽ ഒരു പാൻ വയ്ക്കാം. അത് വെച്ച് ചൂടാകുമ്പോഴേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് കടുകും മുളകും കറിവേപ്പിലയും കൂടെ മൂപ്പിക്കാം. അത് നന്നായി മൂത്ത് വരുമ്പോൾ നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ചേക്കുന്ന അരപ്പും കോവയ്ക്കയുടെ ഇലയും കൂടെ ചേർന്ന മിശ്രിതം ഒഴിച്ചു കൊടുക്കുക. അത് അല്പം വെള്ളവും കൂടെ മിക്സി ജാറ് ചേർത്ത് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തിട്ട് അതിനെ നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് തന്നെ ഇളക്കി ചേർത്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ ആ പരിപ്പും കൂടെ അതിലേക്ക് ഒഴിക്കുക. ഇവിടെ എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി ഒന്ന് നന്നായിട്ട് ടേസ്റ്റ് പിടിക്കട്ടെ. ആ രീതിയിൽ, കാരണം പരിപ്പും കട്ടിയാവും. അതിനനുസരിച്ച് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം കുക്കറിൽ ചേർത്തിട്ട്. ഇത് പരിപ്പാണ്. പുളിശ്ശേരി പോലെ അത്രയും കട്ടി കുറവ് വേണ്ട. കുറച്ചുകൂടെ തിക്കായിട്ടിരിക്കണം കറി. ആ രൂപത്തിലേക്കാക്കി ഇളക്കിയെടുത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് കുറവായിട്ട് തോന്നുന്നെങ്കിൽ പോരാത്ത ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നമുക്കതിനെ ഇളക്കി ഒന്ന് തിളപ്പിക്കാം. തിളപ്പിക്കുക എന്ന് പറയുമ്പോൾ നന്നായിട്ട് വെട്ടി തിളയ്ക്കേണ്ട. തിളച്ച് വരുന്നതിനനുസരിച്ച് ഇളക്കി നന്നായിട്ട് അതിനെ ചൂടാക്കി എടുക്കണം. അത് സൈഡിൽ നിന്നൊക്കെ തിളച്ച് വരും. ആ സമയത്തേക്ക് വീണ്ടും ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. ഇത് ഒരുപാടങ്ങ് തിളച്ച് പോകുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരും. അതുകൊണ്ടാണ് തിളയ്ക്കാൻ പാകത്തിന് നമ്മൾ ഇളക്കി ചൂടാക്കുന്നത്. അങ്ങനെ ചൂടാക്കി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പരിപ്പ് കറി റെഡിയാവും. നല്ല ടേസ്റ്റി ആയിട്ട് ഇതാണ്ട് നന്നായിട്ട് തിള വന്നു.
ഈ പരുവം വരുമ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇങ്ങനെ ഈ പരുവത്തിൽ ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അത് തിളയ്ക്കാനായിട്ട് തുടങ്ങുമ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കും. ആ പരുവത്തിൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കാവുന്നതാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ദേ വന്നു. ഓഫാക്കിയിട്ട് ഇതിനെ നമുക്ക് സെർവ് ചെയ്യുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതൊഴിച്ച് മാറ്റുമ്പോഴത്തേക്കും നമ്മുടെ സൂപ്പർ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത്ര ടേസ്റ്റാണ്. നമ്മൾ പാലക്കിൻ്റെ ഇല വെച്ചിട്ടൊക്കെ പരിപ്പ് കറി തയ്യാറാക്കില്ലേ, ആ ഒരു ടേസ്റ്റ് തന്നെയാണ് നമുക്കിതിൽ കിട്ടുന്നത്. അപ്പം നമ്മുടെ പരിപ്പ് കറി അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ മസാല തേച്ച് വെച്ചേക്കുന്ന ചേന ദേ റെഡി ആയിരിക്കുകയാണ്. ഇനി ആ ചേനയെ വറുത്ത് കോരാം. അതൊരു പാൻ വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് പാത്രത്തിൽ ഒരുപാട് എണ്ണയൊന്നും ഒഴിക്കണ്ട, കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് പാത്രം മൊത്തത്തിലൊന്ന് ചുറ്റിക്കുക. ചുറ്റിച്ചിട്ട് നമുക്ക് ചേന അതിലേക്ക് കോരിയിട്ട് കനം കുറച്ച് ഇതുപോലെ അങ്ങ് നിരത്തി അത് അങ്ങ് ഓരോന്നോരോന്നായിട്ട് സ്പൂൺ വെച്ച് മാറ്റി നിരത്തി കൊടുത്തിട്ട് ഒരു വശം മൂക്കുമ്പോൾ മറിച്ചിട്ടെടുത്ത് നമുക്ക് മൂപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ കോരിയെടുക്കുമ്പോൾ നമ്മുടെ ചേന ഫ്രൈയും റെഡിയാവും. നമ്മൾ ഈ ഓരോ ദിവസവും സ്ഥിരം കറികൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തായാലും ഒരു മടുപ്പ് തോന്നത്തില്ലേ. ഈ കോവയ്ക്കയുടെ ഇലയൊക്കെ തോരനൊക്കെ ചെയ്യാറുണ്ട്, ഞാൻ അതിൻ്റെയൊക്കെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. ഞാനിങ്ങനെ നാടൻ ഇലകളൊന്നും കളയാറില്ല, എല്ലാ ഇലകൾ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഉണ്ടാക്കാറുണ്ട്. നമുക്ക് നാടൻ ഭക്ഷണവും ഭയങ്കര ടേസ്റ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. കഴിക്കാത്ത മക്കളായാലും ശരി ഇത് ചോദിച്ചു മേടിച്ച് കഴിക്കും, കാരണം അത്ര ടേസ്റ്റിയാണ്. നിങ്ങൾ ഈ കോവയ്ക്കയുടെ ഇല ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, നിങ്ങൾ എന്തായാലും ഈ ഇത് ഇഷ്ടപ്പെടുകയും ചെയ്യും, സ്ഥിരമായി ഇത് തയ്യാറാക്കാൻ ശ്രമിക്കുകയും ചെയ്യും. കാരണം നമുക്ക് അധികം പൈസ ചിലവില്ലാതെ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ സാധനമാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായോ? ആയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണേ. നമുക്ക് ഉച്ചയ്ക്ക് ചോറും ഈ പരിപ്പ് കറി ചേന വറുത്തതും, ആഹാ എന്താ ഒരു ടേസ്റ്റ് എന്നറിയാമോ? ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും.